ഞാൻ പിക്ക് ലൈൻ ഇട്ടതിന് നല്ല പെയിനുണ്ട്, വീട്ടിലുണ്ട്. മുഖത്തൊക്കെ പാടുണ്ടല്ലേ, ദേഹത്തൊക്കെ ഉണ്ട്, ഭയങ്കര പെയിനാണ്. അപ്പം സത്യം പറഞ്ഞാൽ ഈ കിടക്കയിൽ കിടക്കുമ്പോൾ അല്ലെങ്കിൽ വേദന കൊണ്ട് കിടക്കുമ്പോൾ ഞാനൊരു പാട്ട് പാടി ആശ്വസിക്കാറുണ്ട്. നിങ്ങൾക്ക് പലർക്കും ഈ പാട്ട് അറിയാമായിരിക്കും, എങ്കിലും ഞാൻ എൻ്റെ രീതിയിലൊന്ന് പാടാം. ഇങ്ങനെ വേദന അനുഭവിക്കുന്നവർക്ക് ചിലപ്പോൾ ആശ്വാസമാകുമായിരിക്കുമല്ലോ. ഞാൻ വലിയ പാട്ടുകാരിയൊന്നുമല്ല കേട്ടോ. രോഗമെന്നെ പീഡിച്ചൻ, ദേഹം ക്ഷയിച്ചാലുമേ, രോഗമെന്നെ പീഡിച്ചൻ, ദേഹം ക്ഷയിച്ചാലുമേ, വേഗം വരുമെന്നാഥൻ, ദേഹം പുതുതാക്കിടാം, വേഗം വരുമെന്നാഥൻ, ദേഹം പുതുതാക്കിടാം. യേശുവിനടിസ്ഥാനം, ആശയവനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാൻ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. സോ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. ബ്ലീഡിങ് ഉണ്ട് ചെറുതായിട്ട്, സോ പെയിനാണ്. ഗുഡ് നൈറ്റ്. ജീവിക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ വന്നു കിടക്കുന്ന ഇടുത്തി പോലെ ഒരു രോഗം, ക്യാൻസർ. ജീവിതം തുടങ്ങിയതേ ഉള്ളൂ. സുധി മരണപ്പെട്ടതിന് ശേഷം ജീവിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള വീഡിയോസ് ആയാലും പല രീതിയിലുള്ള ആക്ഷേപങ്ങളും കേട്ട് അത്രയ്ക്ക് എന്താ പറയാ, അതിന് കേൾക്കാവുന്നതിലും താങ്ങാവുന്നതിലും അപ്പുറം നെഗറ്റീവുകളും ഒക്കെ കേട്ട് ഈ രീതിയിലൊക്കെ ഒന്ന് ലെവലായിട്ട് വന്നതാണ്. അപ്പോഴേക്കും ഇതേ അസുഖം അതിനെ കാർന്നു തിന്നാൻ വന്നിരിക്കുന്നു. ശരിക്കും കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും സങ്കടമുണ്ട്. ആ ഒരു അവസ്ഥ ആർക്കും വരുത്തല്ലേ, നമുക്ക് എത്ര ശത്രുക്കൾക്ക് പോലും വരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു അസുഖം ഈ ക്യാൻസർ എന്ന് പറയുന്നത്. ആർക്കും വരുത്തരുത്. ആ രേണുവിന്റെ ആ ഒരു ഫേസും മുഖവും ആ ഒരു അവസ്ഥയും കാണുമ്പോൾ ശരിക്കും നമുക്ക് സങ്കടം വരുന്നുണ്ട്. ട്രീറ്റ്മെന്റ് പ്രോപ്പറായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് ചെയ്യും. നിങ്ങളുടെ പ്രാർത്ഥന വേണം. പലപ്പോഴും ഞാൻ കരഞ്ഞിട്ടില്ലെന്നൊന്നും പറയുന്നില്ല. ഇതറിഞ്ഞ പിന്നെ ചില രാത്രികളിലെ കാര്യം കാണാതൊക്കെ ഞാൻ കരഞ്ഞിട്ടുണ്ട്. എൻ്റെ വേണ്ടപ്പെട്ടവരുടെ എന്താ പറയുക, ഞാൻ 3 ദിവസമായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. 3 ദിവസമായിട്ട് ഇപ്പം ഹോസ്പിറ്റലിൽ വീട് ഇത് തന്നെയാണ്. അപ്പം എന്താ അതിനെപ്പറ്റി പറയാൻ വന്നത്, വേറൊന്നുമല്ല. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ആദ്യത്തെ ദിവസം ചെന്നപ്പോൾ സാർ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനിയിപ്പം അടുത്ത ദിവസം ഇനി നമ്മൾ ചെയ്യുന്ന കീമോ തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ ഹാർട്ട് അതുപോലെ കാർഡിയോളജിയിലും അതുപോലെ ലങ്സിൻ്റെ ഡോക്ടറിനെ നമ്മൾ അത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കീമോ അത്ര കട്ടി കൂടിയ മെഡിസിനാണ്. അപ്പം അതുകൊണ്ട് ആ കീമോ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിനോ അല്ലെങ്കിൽ ഹാർട്ടിനോ ലങ്സിനോ ഒന്നും കുഴപ്പമില്ലെന്നുള്ള സർട്ടിഫിക്കറ്റ് മേടിക്കണമെന്ന് പറഞ്ഞു. അതായത് ഈ ക്യാൻസർ രോഗികളുടെ ആൾക്കാർക്കും അറിയാം, ക്യാൻസർ രോഗികൾക്കൊക്കെ അറിയാം, അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലൊക്കെയാണ് കീമോ ചെയ്യത്തുള്ളൂ. അപ്പം ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഞാൻ ഡോക്ടറിനെ കണ്ടു. അതിന് ടെസ്റ്റ് എക്കോ ഉണ്ടായിരുന്നു, അതുപോലെ ECG ഒക്കെ എടുത്തു. അപ്പം സർട്ടിഫിക്കറ്റ് ഇത് ഓക്കെ ആണെന്നുള്ളത് കിട്ടി. അതുപോലെ ലങ്സിൻ്റെ ഡോക്ടറെ കണ്ടു, കിട്ടി. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ പോയിട്ട് കീമോ പോർട്ടൊക്കെ ഇടണം. കീമോ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അതുപോലെ ക്ലിപ്പ് എന്ന് പറയുന്നൊരു സാധനം, അത് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്, അതിടണം. കീമോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം നിങ്ങൾ എന്താ പറയുക, നിങ്ങളോർക്കും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എനിക്ക് ഹാപ്പി ആയിട്ട് സംസാരിച്ചാൽ പറ്റുള്ളൂ. കാരണം എന്നെപ്പോലെ ഒരുപാട് പേര് വേദന അനുഭവിക്കുന്ന ഒരുപാട് പേര്, ഇന്ന് തന്നെ ഞാൻ ഇൻ്റർവ്യൂ കണ്ട ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ എന്നെ ഇതുപോലെ സ്നേഹിക്കുന്ന ആളുകളുണ്ടെന്ന് എനിക്കറിയാം. എന്നെ സ്നേഹിക്കുന്നവർ തന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. അവർ എന്നാൽ പോലും
രേണുവിനെ കുറ്റം പറഞ്ഞവരും തള്ളിക്കളഞ്ഞവരും ഒക്കെ രേണുവിന് വേണ്ടിയിട്ട് ഇപ്പൊ പ്രാർത്ഥിക്കുകയാണ്. കാരണം ആ രേണുവിന്റെ ഒരു അവസ്ഥ ആ ഒരു രീതിയിലാണ്. അത് രേണുവിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ സങ്കടമാണ് വരുന്നത്. എങ്ങനെയെങ്കിലും ആ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു കയറണമേ എന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന. ആ റിതപ്പ് എന്ന് പറയുന്ന ചെറിയൊരു കുഞ്ഞാണ്, അച്ഛൻ പോലും ഇല്ല. ആ കുഞ്ഞിനെ വളർത്തിയെടുക്കണം. അത് ആരുടെ കയ്യിൽ സുരക്ഷിതമായിട്ടിരിക്കും? പിന്നെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാല് ബ്രസ്റ്റ് ക്യാൻസറും അതുപോലെ അത് ലിംബ് നോഡുകളിലൊക്കെ ഇച്ചിരി അല്ലെ പടർന്ന് നമ്മുടെ കക്ഷത്തിലോട്ടും അതുപോലെ ഹാർട്ടിന്റെ മസിലിലോട്ടും അതുപോലെ ലങ്സിലോട്ടും ചെറുതായിട്ട് ഒന്ന് സ്പോട്ടായിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത്. അപ്പം നിങ്ങളോർക്കും ഞാൻ എന്താ ഇങ്ങനെ സംസാരിക്കും. സത്യമായിട്ട് ഞാൻ എൻ്റെ മനസ്സിലെ വേദന ഞാൻ സത്യം പറയട്ടെ. ഞാനത് കരഞ്ഞാ എന്നെ പോലെ കുറെ പേരൊക്കെ ഉണ്ട്, എന്നെ പോലെ വിഷമം അനുഭവിക്കുന്ന ഒരു അസുഖമായിട്ട്. അവർക്ക് ഞാൻ എന്നും എന്നെ ഒരു മാതൃക ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എനിക്ക് അവരോടൊന്നേ പറയാനുള്ളൂ, നമ്മുടെ ശരീരത്തിൽ എന്ത് അസുഖം വന്നാലും നമ്മൾ ഒരിക്കലും ആ അസുഖം വന്ന് നമ്മൾ തളരരുത്. ഇപ്പൊ ഞാൻ നിൽക്കുന്നതല്ല, അങ്ങനെ മുന്നോട്ട് പോവാം. പിന്നെ വേദനകളൊക്കെ കാണും. നമ്മളിപ്പോ കീമോ ഒക്കെ തുടങ്ങുമ്പോൾ ഡോക്ടർമാർ തന്നെ നമുക്ക് പറഞ്ഞു വേണ്ട, നമ്മളൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി, നമുക്ക് ഒരുപാട് വിഷമങ്ങളും വേദനകളും ഒക്കെ വരേണ്ടി വരും. പക്ഷെ അതൊക്കെ നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് തന്നെ പോകണം. അപ്പൊ ഞാൻ നിൽക്കുന്നുണ്ടല്ലോ അതുപോലെ. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു. അതുപോലെ ബാക്കി എന്താ പറയാനുള്ളത്? ഡോക്ടർമാർ എന്താ ചേച്ചി? കീമോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കീമോ സ്റ്റാർട്ട് കഴിഞ്ഞ് ഫസ്റ്റ് കീമോ ആഫ്റ്റർ സർജറി എന്നാ പറഞ്ഞേക്കുന്നത്. സർജറി ഉണ്ട്. നാളെ തൊട്ട് കീമോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പിന്നെ നാളെ നമ്മൾ പോയിട്ട് ഞങ്ങള് പോയി ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടെ ടെസ്റ്റ് ചെയ്യാം. കാർഡിയോളജിയിലും പൾമനോളജിയിലും ഒക്കെ ഓരോ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങാനുണ്ട്. കാരണം അവർക്ക് ലങ്സിലും ഹാർട്ടിലേക്കും ഒക്കെ ചെറുതായിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ അത് കാരണം അവരുടെ രണ്ടുപേരുടെയും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടേ ഉള്ളൂ കീമോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കൊണ്ട് നാളെ ഞങ്ങൾ പോയി കാർഡിയോളജിസ്റ്റിൻ്റെയും പൾമനോളജിസ്റ്റിൻ്റെയും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് നാളെ തൊട്ടായിരിക്കും ചിലപ്പോൾ കീമോ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നെ സ്നേഹിക്കുന്നവർക്കൊക്കെ വിഷമാണെന്ന് എനിക്കറിയാം. പക്ഷെ നമുക്ക് മുന്നോട്ട് പോയല്ലേ പറ്റത്തുള്ളൂ. അസുഖം നമുക്ക് വരാം. ഞാനിതിന് മുന്നേ ഇത് അറിഞ്ഞിട്ട് പോലും ഞാൻ ഇതൊന്നും എടുത്ത് കളയാനോ ഒന്നും ഒരുങ്ങിയില്ല. എങ്ങനെയും അതറിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പറയാതിരുന്നത് ഇങ്ങനെ അങ്ങ് പോട്ടെ. കാരണം വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ ഷൂട്ടിനൊന്നും വിടത്തില്ല, കർക്കശമാക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ പോയത്. പക്ഷെ ഇപ്പം എല്ലാവരും അറിയേണ്ട സാഹചര്യം വന്നു. പക്ഷെ പെറ്റ് സ്കാൻ എടുത്തു കൊടുത്തു എന്നാണ് ലീക്കായത്. പക്ഷെ എന്നിട്ടും ഞാൻ സമ്മതിക്കാതിരുന്ന ഞാൻ പറഞ്ഞു വേണം അറിയാൻ. അല്ലാതെ മറ്റൊരു വ്ളോഗർ എന്നെ നെഗറ്റീവ് പറയുന്നൊരു വ്ളോഗർ പറഞ്ഞല്ല ഇതെന്റെ പ്രേക്ഷകർ അറിയേണ്ടത്. സോ ഈ വ്ളോഗർ പറഞ്ഞ പോലെ ഇത് ദുബായിൽ നിന്നൊന്നും കണ്ടുപിടിച്ച കാര്യമില്ല. വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെ ഒരു മുഴ ഉണ്ടായിരുന്നു. ദുബായിലൊന്നും എൻ്റെ ലൈഫിൽ ഞാൻ ദുബായിൽ വെച്ചിട്ട് ഞാൻ ഒരു ഹോസ്പിറ്റലും പോയിട്ടില്ല. അറിയാവുന്നവർക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ. ഒരു ഹോസ്പിറ്റലിൽ ഞാൻ ദുബായിൽ പോയിട്ടില്ല. അതൊക്കെ വെറുതെ കള്ളത്തരം പറഞ്ഞാണ്. അതാണ് ജയിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നവരാണല്ലോ അവർ പറയട്ടെ. സോ ഇതൊന്നും അല്ല സത്യാവസ്ഥ. ഇങ്ങനെയാണ് ഇതിന്റെ സത്യാവസ്ഥ. ഞാൻ നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ട രോഗങ്ങൾ ആർക്കും ഏത് സമയത്ത് വേണമെങ്കിലും വരാം. എങ്കിലും ഈ ഒരു അസുഖം ആർക്കും, നമ്മുടെ ശത്രുക്കൾക്ക് പോലും ഉണ്ടാകരുതേ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. എത്രയും പെട്ടെന്ന് രേണുവിന്റെ അസുഖങ്ങളെല്ലാം മാറ്റിയിട്ട് നല്ല ചുറുചുറുക്കോടെ നമ്മുടെ മുന്നിൽ എത്രയും പെട്ടെന്ന് വരാൻ സാധിക്കട്ടെ.